السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരുപാട് റഹ്മത്തുകൾ നിശ്ചയിച്ച, അവൻ്റെ ഒരുപാട് ഫضലുകളുമായി നമ്മളിലേക്ക് അയച്ച അതിഥിയായിരുന്ന റമദാൻ അതിൻ്റെ മടക്കയാത്രക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ അയ്യാമൻ മഅ്ദൂദാത്ത്, എണ്ണപ്പെടുന്ന ഏതാനും ചില ദിവസങ്ങൾ. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കുകയായിരുന്നു. ചുരുങ്ങിയ എണ്ണപ്പെടുന്ന വിരലിലെണ്ണാവുന്ന ചില ദിവസങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു, ഇനി വരുന്ന ദിവസങ്ങൾ അതിലെ നമ്മുടെ തീരുമാനങ്ങൾ എന്താണ്. നമ്മൾ റമദാനിനെ വരവേറ്റത് വളരെ ആഗ്രഹത്തോടുകൂടി, ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടിയാണ്. എന്നാൽ റമദാൻ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ നമ്മുടെ ആവേശം അത് ചോർന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ ഒരു അശ്രദ്ധയിൽ നമ്മളിനി തുടരുകയാണ് എങ്കിൽ, അശ്രദ്ധയാൽ റമദാനിനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആവേശം അത് ചോർന്നു പോകാതെ കൂടുതൽ ഊർജത്തോടുകൂടി പരിശ്രമിക്കേണ്ട ദിവസങ്ങളാണ് ഇനി നമ്മളുടെ മുന്നിലുള്ളത്. സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അവർ ഓരോ ദിവസം കൂടുന്തോറും അവർ ആവേശം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടെയുള്ള ആളുകളുമായി നമ്മുടെ അമലുകൾ താരതമ്യം ചെയ്യരുത്. എൻ്റെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യണം, അപ്പോൾ അവരെക്കാളൊക്കെ കുറച്ചുകൂടിയൊക്കെ ഞാൻ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്ന് നമ്മൾ വിലയിരുത്തരുത്. നമ്മളുമായി സ്വഹാബികളെ താരതമ്യം ചെയ്യും. സ്വഹാബികൾ എങ്ങനെയായിരുന്നു, മുൻഗാമികൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, അത് നോക്കുമ്പോൾ എത്രയോ താഴ്ന്ന അവസ്ഥയിലാണ്, എത്രയോ പിറകിലാണ് നമ്മളുള്ളത്. ഓരോ ദിവസം കൂടുന്തോറും സ്വഹാബികൾക്ക് ആവേശം കൂടുകയായിരുന്നു. നന്മകൾ വർദ്ധിക്കും ഓരോ ദിവസം കൂടുന്തോറും. നമ്മൾ ഓരോ ദിവസവും അത് കഴിയും തോറും നമ്മൾ അശ്രദ്ധയിലേക്ക് പോവുകയാണ്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളൊന്നും നോമ്പ് കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നില്ല. നമ്മളൊന്ന് നോക്കൂ, നോമ്പിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ എത്രയാണ്. നോമ്പ് തുറന്നാൽ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതൊന്നും സഹാബികൾക്ക് നോമ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മളിന്ന് AC ഉള്ള മസ്ജിദുകളിൽ നിസ്കരിക്കുന്നു, വിശ്രമിക്കുന്നു. സഹാബികളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അവർക്ക് യുദ്ധങ്ങളായിരുന്നു. അവർ വെറുതെ ഇരിക്കായിരുന്നില്ല, യുദ്ധങ്ങളായിരുന്നു അവർക്ക് റമദാനിൽ ഉണ്ടായിരുന്നത്. അമലുകളുടെ വിഷയത്തിൽ വളരെ മുന്നിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിലയിരുത്തുക, നമ്മൾ എവിടെയാണ്, എന്താണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചെയ്തു വെച്ചത്, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. റമദാൻ ഇതാ കഴിയാനായി, നമ്മുടെ തീരുമാനങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനൂഹ ഖബ്ല അൻ തുസനു വതഹയ്യഉ ലിൽ അർദിൽ അക്ബരി അലല്ലാഹ്. അള്ളാഹുവിൻ്റെ മുന്നിലുള്ള യഥാർത്ഥ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളൊന്ന് തൂക്കി നോക്കുക. എൻ്റെ നന്മകൾ, റമദാനിലെ നന്മകൾ പരിശോധിക്കുകയാണെങ്കിൽ എത്രയുണ്ടാകും. അള്ളാഹുവിൻ്റെ മുന്നിൽ നന്മയും തിന്മയുമായ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും
പ്രദർശിപ്പിക്കപ്പെടുന്ന മഹാപ്രദർശനത്തിന്റെ ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. സ്വയം പരിശോധിച്ചു നോക്കുക. സ്വയം പരിശോധിക്കുമ്പോൾ നമുക്ക് വീഴ്ചകളുണ്ട് എങ്കിൽ ആ വീഴ്ചകൾ തിരുത്തപ്പെടാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. അനിവാര്യമായും ആ വീഴ്ചകൾ, കുറവുകൾ നമ്മൾ തിരുത്തണം. നമ്മൾ ഖുർആൻ പാരായണം നമ്മൾ പരിശോധിക്കണം. നമ്മളുടെ മറ്റു ഇബാദത്തുകൾ, സ്വതക്കകളുടെ കാര്യം നമ്മൾ പരിശോധിക്കണം. രാത്രി നിസ്കാരത്തിന്റെ കാര്യം പരിശോധിക്കണം. ഏതിലാണ് നമുക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അത് നമ്മൾ തിരുത്തണം. അത് തിരുത്താൻ ഇനി കുറഞ്ഞ ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ അത് മെച്ചപ്പെട്ട അവസ്ഥയിലാണ്, നല്ല രൂപത്തിൽ നല്ല അമലുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവന്റെ അമലുകളിൽ അവൻ വഞ്ചിതരാകരുത്. ഞാൻ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഉഷാറാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടില്ല. സ്വന്തത്തിനോടുള്ള ഒരു മതിപ്പ്, ഉഅ്ജുബ്, അത് നമ്മുടെ അമലുകളെ ഇല്ലാതെയാക്കി കളയും. നമുക്ക് നല്ലത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. ആ തൗഫീഖ് നമുക്ക് നൽകപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, കൂടുതൽ നന്മകൾ ചെയ്യുക. നമ്മൾ നമ്മളുടെ അമലുകളിൽ വഞ്ചിതരാകാൻ പാടില്ല എന്നുള്ളതാണ്. റമദാൻ അത് കഴിഞ്ഞു പോകുമ്പോൾ ആളുകൾ പല രൂപത്തിലാണ്. ചില ആളുകൾക്ക് റമദാൻ കഴിയുന്നതോടുകൂടി ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി നോമ്പ് നോക്കേണ്ടതില്ല, തറാവീഹില്ല, ഖിയാമുൽ ലൈലില്ല, ഉറക്കം ഒഴിക്കേണ്ടതില്ല, ഇനി വേണ്ടത് തോന്നുന്നത് പോലെ ജീവിക്കാം എന്നൊരു സന്തോഷവും ഇത് കഴിഞ്ഞു കിട്ടിയല്ലോ എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ശരിയാണ്, റമദാൻ കഴിയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. എന്തിൻ്റെ പേരിൽ? ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കാൻ അമലുകൾ ചെയ്യാൻ സാധിച്ചു, റമദാൻ അത് അമലുകളിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന സന്തോഷം നമുക്കുണ്ടായിരിക്കണം. ശരിയാണ്. പക്ഷെ അതിനപ്പുറം ഇത് കഴിഞ്ഞു കിട്ടി ഇനി തിന്മകളിലേക്ക് പോകാം, അശ്രദ്ധയിലേക്ക് പോകാം എന്നുള്ള തരത്തിലുള്ള സന്തോഷം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് നമുക്കുണ്ടാകേണ്ടത് സങ്കടമാണ്. കാരണം റമദാൻ അത് വന്നുപോയി. ഇനി ഒരു റമദാനിലേക്ക് നമ്മൾ ബാക്കിയാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. റമദാനുകൾ ഇനിയും വരും, പക്ഷെ നമ്മൾ ഉണ്ടാകുമോ റമദാനിൽ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിയുണ്ടാകണം, വേദനയുണ്ടാകണം. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കൈഫ ലാ തജ്രി ലിൽമുഅ്മിനി അലാ ഫിറാഖിഹി ദുമൂഉൻ വഹുവ ലാ യദ്രി ഹൽ ബഖിയ ലഹു മിൻ ഉംരിഹി ഇലൈഹി റുജൂഅ. റമദാൻ കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു മുഅ്മിൻ കരയാതിരിക്കുക? കാരണം അവന്റെ ജീവിതത്തിൽ ഇനി റമദാനിലേക്കൊരു മടക്കമുണ്ടോ എന്നുള്ളത് അവൻ അറിയില്ല. എങ്ങനെയാണ് കരയാതിരിക്കുക? എത്ര ഖൈറുകളാണ് ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയത്. അള്ളാഹു നിർബന്ധമാക്കി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്ന, അവന്റെ പാപമോചനങ്ങളെമ്പാടുമുള്ള സുജൂദിന്റെയും നിസ്കാരത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ഒരുപാട് നന്മകളുടെയും മാസമായ റമദാൻ അത് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കരയാതിരിക്കുക? നമുക്ക് എങ്ങനെയാണ് സങ്കടമില്ലാതിരിക്കുക? ഖുലൂബുൽ മുത്തഖീന ഇലാ ഹാദ അശ്ശഹ്രി തഹിൻ. റമദാൻ ഒരു വിളിപ്പാട് അകലെത്തിയപ്പോൾ മുഅ്മിനീങ്ങളുടെ ഹൃദയമെല്ലാം റമദാനിന് വേണ്ടി കൊതിച്ചിരുന്നു. വമിൻ അലമി ഫിറാഖിഹി തഇൻ. എന്നാൽ റമദാൻ പോകാനാകുമ്പോൾ, അത് വിട പറയാനാകുമ്പോൾ ആ വിട പറയുന്ന ദുഃഖം അവരുടെ ഹൃദയത്തിനെ ബാധിക്കും. നമ്മുടെ മനസ്സ് ഏതവസ്ഥയിലാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മളെ ഈമാനിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുക. ഈ റമദാനിന് ഏറ്റവും നല്ല അമലുകൾ ചെയ്തുകൊണ്ട് നമ്മൾ പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ ഇബ്റതു ബികമാലിൽ അന്നിഹായാത്ത് വലാ ബിനഖ്സിൽ ബിദായാത്ത്. ഒരിക്കലും തുടക്കത്തിലെ കുറവുകളിലല്ല അള്ളാഹു നോക്കുന്നത്, തുടക്കത്തിന്റെ കുറവുകൾ അതല്ല പരിഗണിക്കപ്പെടുന്നത്. നേരെ മറിച്ച് അവസാനത്തിലെ പരിപൂർണത, അതാണ് പരിഗണിക്കപ്പെടുക.
റമദാൻ എങ്ങനെ തുടങ്ങി എന്നതിലല്ല കാര്യം. ഇപ്പൊ റമദാൻ നമ്മൾ അശ്രദ്ധയിലായിരിക്കും തുടങ്ങുക, പക്ഷെ എങ്ങനെ അത് പൂർത്തീകരിച്ചു എന്നതിലാണ് കാര്യമുള്ളത്. ചില ആളുകൾ റമദാൻ വളരെ ആവേശത്തോടു കൂടി തുടങ്ങും, പക്ഷെ അവസാനം എത്തുമ്പോഴേക്കും അശ്രദ്ധയിലാകും, ഇബാദത്തുകളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാകും. അവസാനം അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അത് പരിഗണിക്കപ്പെടുക അവസാനം അത് പരിഗണിച്ചുകൊണ്ടാണ്. അവസാനം പരിഗണിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തനങ്ങൾ അത് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുക. അവസാനം അത് ഏറ്റവും മനോഹരമായി നമ്മൾ അവസാനിപ്പിക്കുക. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അലാ ഇന്ന ശഹറകും ഖദ് അഖദ ഫിൻ നഖ്സി ഫസീദു അൻതും ഫിൽ അമൽ. നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഈ മാസം, ഈ വന്നെത്തിയ മാസം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അമലുകൾ വർദ്ധിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നോക്കൂ നിങ്ങൾ, ഫകുല്ലു ശഹ്രിൻ അസാ അൻ യകൂന മിൻഹു ഖലഫുൻ. നിങ്ങൾക്ക് ഓരോ മാസം കഴിയുമ്പോഴും അതിന് പകരമായി വേറെ മാസങ്ങൾ ഉണ്ടായിരിക്കും. ശരിയാണ്, ഓരോ മാസത്തിനും പകരം വേറെ മാസം വരും. എന്നാൽ അമ്മാ ശഹ്റു റമദാൻ ഫമിൻ ഐന ലക്കും ഖലഫ്. റമദാനിനെ പോലെ അതിന് സമാനമായ റമദാനിനോട് പകരം വെക്കാൻ നിങ്ങൾക്ക് ഏത് മാസമാണുള്ളത്? ശരിയാണ്, മാസം കഴിഞ്ഞ വേറെ മാസം വരും, പക്ഷെ റമദാൻ കഴിഞ്ഞാൽ അതുപോലൊരു മാസം വരണമെങ്കിൽ ആ അടുത്ത മാസത്തിലേക്ക്, റമദാനിലേക്ക് നമ്മൾ ബാക്കി ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുലൈമാൻ അത്തൈമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകളെ റമദാനിന്റെ അവസാന രാത്രികളിൽ വിളിച്ചുണർത്തും. നിങ്ങൾ എഴുന്നേൽക്കുക, നിസ്കാരത്തിനു വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങളെ ഇബാദത്തുകൾ ചെയ്യുക. ഇനി റമദാൻ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. അവർ സ്വന്തത്തിന്റെ കാര്യവും കുടുംബത്തിന്റെ കാര്യവും ഒരുപോലെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു ഉദാഹരണം നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കുതിര, അതിൻ്റെ ഒരു യുക്തിയാണ്, അതിനെ ഒരു ഓട്ടപ്പന്തയത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ആ ഓട്ടപ്പന്തയം പൂർത്തീകരിക്കാനാകുമ്പോൾ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് അതിൻ്റെ എല്ലാ ആവേശവും എല്ലാ ഊർജവും അത് വീണ്ടെടുത്ത് ആർജിച്ചെടുത്ത് മുന്നിലേക്ക് കുതിക്കും. അതാണ് ഒരു കുതിര അത് ചെയ്യുന്നത്. ആ കുതിരയിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലാ തകുനിൽ ഖൈലു അഫ്തന മിൻക. നിന്നേക്കാൾ കുതിരക്ക് ബുദ്ധിയില്ലാതിരിക്കട്ടെ, നിന്നേക്കാൾ വിവരമുള്ള ആളായി കുതിര മാറാതിരിക്കട്ടെ. കുതിര അവസാനം എത്തുമ്പോൾ എല്ലാ ഊർജവും എടുത്ത് അത് മുന്നിലേക്ക് കുതിക്കുന്നു എങ്കിൽ പരലോകത്തിനു വേണ്ടി മത്സരിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ച ഈ സമയങ്ങളിൽ, അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ നമ്മളുടെ കഴിവ് അത് പരിശ്രമിച്ച് മുന്നിലേക്ക് വരുന്നില്ല എങ്കിൽ ആ കുതിരയേക്കാൾ ബുദ്ധിയില്ലാത്ത ആളുകളാണ് നമ്മൾ എന്നതാണ് അർത്ഥമാക്കുന്നത്. അവസാനം നന്നാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയാണ്, അല്ലയാലി വൽ അയ്യാമുൽ ഫാദില ലാ യസ്ലുഹു അൻ യുഗ്ഫല അൻഹുന്ന. ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ, ആ ദിനരാത്രങ്ങളിൽ ഒരുവൻ അശ്രദ്ധനാകാൻ പാടില്ല. ഒരിക്കലും ആ ദിനരാത്രങ്ങളിൽ അശ്രദ്ധനാകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്, ലിഅന്നഹു ഇദാ ഗഫല അത്താജിറു അൻ മൗസിബിർ റിബ്ഹി ഫമതാ യർബഹ്. ഒരു കച്ചവടക്കാരൻ, അയാൾക്ക് കച്ചവടം അത് ഏറ്റവും ലാഭകരമായി ലഭിക്കുന്ന കച്ചവടത്തിന്റെ സീസൺ വന്നെത്തിയാൽ, അയാൾ ആ സന്ദർഭത്തിൽ കടകൂട്ടി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവൻ എപ്പോഴാണ് പിന്നെ ലാഭം കൊയ്യുക? ദുനിയാവിൻ്റെ ആളുകളുടെ കാര്യമാണത്. സീസണുള്ള സമയത്ത് കട ഒക്കെ ഉഷാറാക്കി കച്ചവടം വളരെ ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകും. ആ സീസണിൽ ലാഭം കൊയ്യുന്നതിന് വേണ്ടി ദുനിയാവിൻ്റെ കാര്യമാണ്. ഇന്നോ നാളെയോ തീരാനിരിക്കുന്ന ദുനിയാവിൻ്റെ കാര്യമാണിത്. പക്ഷെ ഇത് എന്നൊന്നും നിലനിൽക്കുന്ന പരലോകത്തിന്റെ കച്ചവടമാണ്. നഷ്ടം വരാത്ത, ലാഭം മാത്രം നേടിത്തരുന്ന കച്ചവടമാണ്.
ആ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാനുള്ള സീസണുകളിൽ മുഅ്മിനീങ്ങളായ നമ്മൾ മടിച്ചിരുന്നാൽ, അശ്രദ്ധരായാൽ ഫമതാ യർബഹ്, എപ്പോഴാണ് അവർ പിന്നെ ലാഭം കൊയ്യുക എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കുക, തൗബയും ഇസ്തിഗ്ഫാറും ധാരാളമായി ചെയ്യുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിച്ചോ ഇല്ല എന്ന് നമുക്കറിയില്ല. ഇബാദത്തുകൾ വീണ്ടും വീണ്ടും ഞാൻ കുറേ ചെയ്തല്ലോ ഇനി മതി എന്ന് വിചാരിക്കരുത്. നിന്റെ ഇബാദത്തുകൾ അത് അള്ളാഹു സ്വീകരിച്ചു എന്ന് നിനക്കാരാണ് ഉറപ്പ് തന്നത്? വീണ്ടും വീണ്ടും ചെയ്യുക. ഞാൻ കുറെ തൗബ ചെയ്തിട്ടുണ്ടല്ലോ, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി മതി എന്ന് വിചാരിക്കരുത്. നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് നിനക്കാരാണ് ഉറപ്പ് തന്നത്? മരണം വരെ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക. നമ്മൾ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഇസ്തിഗ്ഫാർ ഓരോ ഇബാദത്തിന്റെയും അവസാനത്തിൽ ശർഅാക്കപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചൊല്ലുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഓരോ ഇബാദത്തിന്റെ അവസാനത്തിലും അത് ശർഅാക്കപ്പെട്ടിട്ടുണ്ട്. ഹജ്ജ് അത് നിർവഹിച്ച് കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവിടെ നിന്ന് വിരമിക്കൂ, സുമ്മ അഫീദു മിൻ ഹൈസു അഫാദ അന്നാസു വസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾ പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ തേടുക. മജ്ലിസുകൾ അത് അവസാനിക്കുമ്പോൾ, സദസ്സുകൾ അത് പിരിയുമ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇബാദത്തുകളും ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ധാരാളമായി എന്ത് ചെയ്യുക, ചൊല്ലുക. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം റമളാനിന്റെ അവസാനമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തുള്ള പ്രദേശത്തേക്ക് കത്തുകൾ അയക്കും. ആ കത്തുകളിലുള്ളത് എന്താണെന്നറിയോ? ഖുർആനിൽ ഓരോ നബിമാരും പാപമോചനം തേടി ഇസ്തിഗ്ഫാർ നടത്തിയ വാചകങ്ങൾ അദ്ദേഹം എഴുതും. എന്നിട്ട് നിങ്ങളുടെ പ്രവാചകന്മാരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ ഇസ്തിഗ്ഫാർ നടത്തിയ ആ വാചകങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ മാസം നിങ്ങൾ അവസാനിപ്പിക്കണം, ഇസ്തിഗ്ഫാർ നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം എന്ന് അദ്ദേഹം റമളാനിന്റെ അവസാനത്തിൽ എന്ത് ചെയ്യും, അടുത്തുള്ള ആളുകൾക്കൊക്കെ കത്തുകൾ അയക്കും എന്നുള്ളതായിരുന്നു. അപ്പൊ മുൻഗാമികൾ പറഞ്ഞതായി കാണാം, ഇന്നൽ അബ്ദ ഇദാ ഖല്ലത് ദുനൂബുഹു കസുറ ഇസ്തിഗ്ഫാറു. ഒരുവന്റെ തിന്മകൾ അത് കുറഞ്ഞാൽ അതിന്റെ അടയാളമാണ് അവന്റെ ഇസ്തിഗ്ഫാർ വർദ്ധിക്കും എന്നുള്ളത്. വഇദാ കസുറത് ദുനൂബുഹു, അവന്റെ തിന്മകൾ അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഖല്ല ഇസ്തിഗ്ഫാറു, അവന്റെ ഇസ്തിഗ്ഫാർ ചൊല്ലൽ അത് കുറയും. കാരണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കുന്നതിനോടൊപ്പം ചേർക്കപ്പെട്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ, ഹദീസുകൾ, ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ തേടുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളത് ഒരുപാട് മഹത്തായ കാര്യങ്ങളുമായി അള്ളാഹു ചേർത്ത് വെച്ചിട്ടുണ്ട്. തൗഹീദുമായി ഇസ്തിഗ്ഫാറിനെ ചേർത്തിട്ടുണ്ട്, ഈമാനുമായി ഇസ്തിഗ്ഫാറിനെ ചേർത്തിട്ടുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങളുമായി ഇസ്തിഗ്ഫാറിനെ ചേർത്തിട്ടുണ്ട്, തൗബയുമായി ഇസ്തിഗ്ഫാറിനെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങളുമായി ചേർത്തു വെക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുക, പാപമോചനം തേടുക. അതാണ് ഇസ്തിഗ്ഫാർ, ത്വലബുൽ മഗ്ഫിറ, അള്ളാഹുവിനോട് പാപമോചനം തേടുക. എന്താണ് ഇബാദത്തുകൾ അധികരിക്കുമ്പോഴും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു, എത്ര തന്നെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചാലും അതിൽ കുറവുകളും ന്യൂനതകളും ഉണ്ടായിരിക്കും. ആ കുറവുകളും ന്യൂനതകളും നികത്തപ്പെടുന്നതിനു വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ ധാരാളമായി ചെയ്യുവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ തിന്മൊന്നും ചെയ്യണില്ലല്ലോ, ഇപ്പൊ നന്മ ചെയ്യുന്ന അവസരമല്ല, ഇപ്പൊ എന്തിനാ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം എന്താ? നമ്മളുടെ ഇബാദത്തുകൾ അതിൽ ന്യൂനതകളും കുറവുകളും ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കാം.
അവിടുന്ന് വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ സകല പാപങ്ങളും പൊറുക്കപ്പെട്ടവരാണ്. സ്വഹാബികൾ പറയാണ് അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിപ്പിച്ചതുപോലെ വേറൊരാളും അധികരിപ്പിച്ചത് ഞങ്ങൾ കേട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ അറിയിച്ചുകൊണ്ട് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു. അതിലെന്താണുള്ളത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് മരണം വന്നെത്താനായിരിക്കും, അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അടുക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം റുകൂഇലും സുജൂദിലും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ അവസാനിക്കുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. അവിടുന്ന് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകളിൽ ഒന്ന് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല. അല്ലാഹുവേ, എന്നോട് കരുണ കാണിക്കണേ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് ഇത്രയും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു എങ്കിൽ നമ്മൾ എത്ര കണ്ട് അത് വർദ്ധിപ്പിക്കണം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? എന്താണ് ഇസ്തിഗ്ഫാറിലൂടെ സംഭവിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോട് പാപമോചനം തേടാണ്. എന്താണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹു ഒരാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ പാപങ്ങൾ അള്ളാഹു മറച്ചു വെക്കും. അത് ദുനിയാവിലാകട്ടെ പരലോകത്തിനാകട്ടെ അള്ളാഹു അവന്റെ പാപങ്ങൾ മറച്ചു വെക്കുകയും അതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഇസ്തിഗ്ഫാറിലൂടെ ചോദിക്കുന്നത്. അള്ളാഹു അവനെ ആ പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കുകയില്ല. ആ പാപങ്ങൾ മനുഷ്യന്മാരുടെ മുന്നിൽ തുറന്നു കാണിച്ച് അവനെ വഷളാക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ യുദിനിൽ അബ്ദൽ മുഅ്മിന യൗമൽ ഖിയാമ ഫയദഉ അലൈഹി കനഫ. അള്ളാഹു മുഅ്മിനായ ഒരു അടിമയെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു നിർത്തും, അവനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി. അടിമകൾ, ബാക്കിയുള്ള ജനങ്ങൾ അവനെ കാണാതിരിക്കുന്നതിന് വേണ്ടി, അവന്റെ വിചാരണ കാണാതിരിക്കാൻ അള്ളാഹു ഒരു മറയിടും. എന്നിട്ട് അള്ളാഹു അവനോട് ചോദിക്കും, അതദ്കുറു ദംബ കദാ, ഇന്ന ഇന്ന തിന്മകൾ നിനക്ക് ഓർമ്മയില്ലേ? ഇത് നീ ചെയ്തിട്ടില്ലേ? അവൻ ചെയ്ത ഓരോ തിന്മകളും അള്ളാഹു അവനോട് ചോദിക്കും, അവനെ കൊണ്ട് അംഗീകരിപ്പിക്കും. അവൻ പറയും, അള്ളാഹുവെ, ഞാൻ ചെയ്ത തിന്മയാണ്. അവന്റെ മനസ്സിൽ വിചാരിക്കും, ഞാൻ കഴിഞ്ഞു, എന്റെ സ്ഥാനം ഇനി നരകത്തിലേക്കാണ്, ഞാൻ രക്ഷപ്പെടുകയില്ല എന്നവൻ അവന്റെ മനസ്സിൽ ഉറപ്പിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് അവന് നൽകുന്നത് കൊണ്ട് തന്നെ അല്ലാഹു പറയും, ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയ വ ഇന്നി അഗ്ഫിറുഹാ ലകൽ യൗം. ദുനിയാവിൽ ഇത് ഞാൻ നിനക്ക് വേണ്ടി മറച്ചു വെച്ചിരുന്നു, ഇന്നിതാ ഞാൻ നിനക്കിതാ പുറത്തു തരുന്നു എന്ന് പറഞ്ഞ അള്ളാഹു അവനെ ശിക്ഷിക്കാതെ വെറുതെ വിടും. ഇതാണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ ഇസ്തിഗ്ഫാറിലൂടെ അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് പറയുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. അത് നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ഒരുവന്റെ കർമ്മരേഖ കയ്യിൽ കിട്ടുമ്പോൾ ധാരാളം ഇസ്തിഗ്ഫാർ ആരാണോ അവന്റെ കർമ്മരേഖയിൽ കണ്ടെത്തുന്നത്, അവന് തൂബയുണ്ട്, അവന് മംഗളങ്ങളുണ്ട്, അവന് സന്തോഷമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശംസകൾ പറഞ്ഞിരിക്കുന്നു. ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ നാവുകൾ ചലിപ്പിച്ചു വെറുതെ ഇരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൽ ഒരുപാട് ഖൈറുകളുണ്ട്, നന്മകൾ ധാരാളമായി ചെയ്യുക. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളുടെ കാര്യം പറയുമ്പോൾ നന്മയിലേക്ക് ഓടി വരാൻ, നന്മ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കൂട്ടാനാണ് അള്ളാഹു പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച പ്രവിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടുക. ഫസ്തബിഖു, നിങ്ങൾ മത്സരിക്കുക. സാബിഖു,
നിങ്ങൾ മുന്നിട്ട് വരിക. നന്മയുടെ കാര്യം പറയുമ്പോൾ അള്ളാഹു മുന്നിട്ട് പെട്ടെന്ന് ചെയ്യാനാണ് പറഞ്ഞത്. നന്മകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ നമ്മൾ ഒരിക്കലും പിന്നോട്ടേക്ക് നിൽക്കരുത്, പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം ആ നന്മ ചെയ്യാനുള്ള അവസരം വാതിൽ നിനക്ക് തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് നീ വിചാരിക്കുമ്പോൾ നിനക്ക് തുറക്കപ്പെടണമെന്നില്ല, അത് അടക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് അവസരം ലഭിക്കുമ്പോൾ അപ്പോൾ തന്നെ ചെയ്യുക. പിന്നീട് പിന്നീട് എന്ന് പറയൽ, പിന്നീട് ചെയ്യാം, പിന്നീടാകട്ടെ, അടുത്ത റമളാനാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ അവസാനം നമ്മൾ എത്തുന്നത് മരണത്തിന്റെ മലക്കുൽ മൗത്തിന്റെ മുന്നിലായിരിക്കും. ഇയ്യാക വസൗഫ ഫഇന്നഹാ മിൻ ജുനൂദി ഇബ്ലീസ്. സൗഫ പിന്നെ 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 മാറാം എന്ന് പറഞ്ഞിങ്ങനെ നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകരുത്. ആ ചിന്ത തന്നെ ശൈത്താനിന്റെ സൈന്യത്തിൽപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ ഫിതനൻ കഖിതഇൽ ലൈലിൽ മുഗ്രിം. കൂരാകൂരിട്ടിന് സമാനമായ ഫിത്നകൾ നമ്മളെ നാടിന് ചുറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിലുള്ള ഫിത്നകൾ, ശുബ്ഹത്തുകളുടെ, ആശയക്കുഴപ്പങ്ങളുടെ, ബിദ്അത്തുകാരുടെയും വലാലത്തിന്റെയും കുഫ്റിന്റെയും ശുബ്ഹത്തുകൾ, ശഹവാത്തുകളുടെ ഫിത്നകൾ, ഒരുപാട് ഫിത്നകൾ, കൂരിട്ടിന് സമാനമായ ഫിത്നകൾ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഫിത്നയിൽ രക്ഷപ്പെടാനുള്ള മാർഗം ബാദിറൂ ബിൽ അഅമാൽ, അമലുകൾ വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നേറുക. അതാണ് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇനിയുള്ള അവശേഷിക്കുന്ന ബാക്കിയുള്ള കുറച്ച് ദിവസങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. തുടങ്ങിയതിനേക്കാൾ നല്ല രൂപത്തിൽ ഈ മാസത്തിന് നമ്മൾ അവസാനിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.